السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിൻ്റെ 80 ദർസുകൾ പിന്നിടുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ാമത്തെ ആയത്തിന്റെ വ്യാകരണ പാരായണ നിയമങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ആ ആയത്ത് ഒന്നുകൂടി കേൾക്കുക. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും ക്രിസ്ത്യാനികളും സാബിഈങ്ങളുമെല്ലാം തന്നെ ആർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തുവോ, എന്നാൽ അവർക്ക് അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ടായിരിക്കും. അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ വ്യസനിക്കുകയുമില്ല. ബനു ഇസ്രായേൽ വിഭാഗത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്നതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായ ഒരു തത്വത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലത്തിനർഹമായി തീരുന്ന ആളുകൾ പരലോകത്ത് ദുഃഖവും വ്യസനവുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ കഴിഞ്ഞുകൂടാൻ സാധിക്കുന്നവരാരൊക്കെയാകുന്നു എന്നാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. അത് നാം ഇവിടെ പറയുന്നത് പോലെ മുസ്ലിങ്ങളെന്നോ ജൂതരെന്നോ ക്രൈസ്തവരെന്നോ സ്വാബിഇകളെന്നോ എന്ന തരം തിരിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ, ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, പരലോകത്തിൽ വിശ്വസിക്കുന്നുവോ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ, അവർക്ക് അല്ലാഹുവിന്റെ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. വിശ്വാസമാണ് അടിസ്ഥാനം. പരലോക വിശ്വാസവും അല്ലാഹുവിലുള്ള വിശ്വാസവും സൽക്കർമ്മങ്ങളും, ഇതാണ് പരലോകത്തെ വിജയത്തിന്റെ നിദാനം എന്ന് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ വ്യത്യസ്ത
അഭിരുചിയുള്ളവരും വ്യത്യസ്ത നിറങ്ങളുള്ളവരും വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരും വ്യത്യസ്ത സമൂഹങ്ങളിൽ ജീവിക്കുന്നവരുമാണ്. പല പേരുകളിലും പല നാമങ്ങളിലും പല ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും പേരുകളിലുമൊക്കെ ആളുകൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ ഏത് നാട്ടിൽ പിറന്നുവെന്നോ, മനുഷ്യൻ ഏത് കുടുംബത്തിൽ പിറന്നുവെന്നോ, മനുഷ്യൻ ഏത് മതത്തിന്റെ ആളായി അറിയപ്പെടുന്നുവെന്നോ എന്നത് പ്രസക്തമല്ല. മറിച്ച് അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ടാകും എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മുസ്ലിങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചുവെന്നും മുസ്ലിങ്ങൾ അല്ലാത്തവരെ മറ്റേതെങ്കിലും ദൈവം സൃഷ്ടിച്ചുവെന്നും ആരും വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കാൻ പാടുള്ളതുമല്ല. ലോകത്ത് പിറന്നു വീണ സകല മനുഷ്യരെയും, ഇവിടെയുള്ള സകല ജന്തുജാലങ്ങളെയും സകല വസ്തുക്കളെയും അല്ലാഹുവല്ലാത്ത മറ്റെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോടായി പറഞ്ഞത് യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏയ് മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്ന് അല്ലാഹു പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചത് അല്ലാഹു ആകുന്നു എന്നാണ്. ആ പരിശുദ്ധനായ നാഥൻ അവൻ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നു യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നാം നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും സമൂഹങ്ങളുമായി തരം തിരിച്ചിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാകുന്നു. നിങ്ങളിൽ ഏറ്റവും ഉന്നതനായവൻ, ഏറ്റവും മാന്യനായവൻ അള്ളാഹുവിനെ ഏറെ സൂക്ഷിക്കുകയും അവനെ ഭയപ്പെടുകയും അവന്റെ നിർദ്ദേശമനുസരിച്ച് നിയമങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുന്നവരാകുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. പരസ്പരം തിരിച്ചറിയുക എന്നത് മാത്രമാകുന്നു വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും പിന്നിലുള്ളത് എന്ന് അല്ലാഹു വ്യക്തമാക്കി പറയുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞത് ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജ്മിയ്യിൻ വലാ ഫദ്ല ലി അജ്മിയ്യിൻ അലാ അറബിയ്യിൻ. ഒരു അനറബിക്ക് അറബിയേക്കാളോ അല്ലെങ്കിൽ അറബിക്ക് അനറബിയേക്കാളോ യാതൊരു പ്രത്യേകതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വയാണ് അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്നത്. അറബി സംസാരിച്ചത് കൊണ്ടോ അറബി അറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അറബി നാട്ടിൽ ജനിച്ചത് കൊണ്ടോ അല്ലാഹുവിന് പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. അല്ലാഹു അത് ആ നിലക്ക് സ്വീകരിക്കുന്നുമില്ല. മറിച്ച് എവിടെ ജനിച്ചാലും എവിടെ ജീവിച്ചാലും ഏത് സമൂഹത്തിലായിരുന്നാലും അല്ലാഹു പറയുന്നത് നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അല്ലാഹു നോക്കുന്നില്ല, നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല. മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാകുന്നു. ആ ഹൃദയമാണ്, ആ ഹൃദയത്തിലുള്ള വികാരങ്ങളാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. കർമ്മങ്ങൾ എത്ര ഭംഗിയുള്ളതായി ചെയ്തിരുന്നാലും ആ കർമ്മങ്ങളുടെ പിന്നിൽ പ്രചോദകമായി പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിൽ രൂപപ്പെടുന്ന ചിന്തകൾ, ആ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, ആ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാകുന്നു അല്ലാഹു പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അത് ഉദ്ദേശത്തിനനുസരിച്ചാകുന്നു. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനനുസൃതമായിട്ടാണ് പ്രതിഫലം നൽകുന്നത്.
ഫമൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ലിദുനിയ യുസീബുഹ അവ ഇംറഅത്തിൻ യൻകിഹുഹ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് അവന് ഒരു വിവാഹം ചെയ്യുവാനോ അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുവാനോ വേണ്ടിയാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിനാണോ ഹിജ്റ ചെയ്തത് ആ ഒരു ഉദ്ദേശത്തിനനുസരിച്ചാകുന്നു അവനത് ലഭ്യമാവുക. അവൻ കാന ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടെ അവൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച അള്ളാഹുവിനെയും റസൂലും അതാകുന്നു എങ്കിൽ അവന് തീർച്ചയായും അതിനനുസൃതമായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് തന്നെ അള്ളാഹു നൽകുന്ന ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം പഠിപ്പിക്കുകയുണ്ടായി. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ മനുഷ്യനും ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാകുന്നു. ഫഅബവാഹു യുമജ്ജിസാനിഹി വയുഹവ്വിദാനിഹി വയുനസ്റാനിഹി, അവന്റെ മാതാപിതാക്കളാകുന്നു അവനെ ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ അവനെ മജൂസിയും അവനെ മറ്റുള്ള വിഭാഗക്കാരനായി തീർക്കുന്നതും, ക്രിസ്ത്യാനിയും യഹൂദിയും അതുപോലെ തന്നെ മജൂസിയും ഒക്കെ ആക്കി തീർക്കുന്നത് അവന്റെ മാതാപിതാക്കളാകുന്നു. അതുകൊണ്ട് ശുദ്ധമായ പ്രകൃതിയിലാകുന്നു ഓരോ മനുഷ്യനും ഇവിടെ പിറന്നു വീഴുന്നത്. അവർക്കിടയിൽ വ്യത്യാസങ്ങളില്ല, അവർക്കിടയിൽ പ്രത്യേകതകളില്ല, ഉച്ചനീചത്വങ്ങളില്ല. ഇന്നലെ മുസ്ലിമായി മിനിയാന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ പിന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കപ്പെടുന്ന ഒന്നേ അല്ല. മറിച്ച് ആർ എങ്ങനെ എന്നത് അവനവന്റെ പ്രവർത്തനങ്ങളും അവനവന്റെ വിശ്വാസവുമാകുന്നു. വിശ്വാസം എന്തായിരിക്കണം? ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അതുപോലെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അവരുടെ പ്രതിഫലം അള്ളാഹുവിങ്കിൽ ഉണ്ടാകും. അള്ളാഹു ആരുടെയും പ്രതിഫലത്തെ അള്ളാഹു ആരുടെയും പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയുകയില്ല. ഇന്നല്ലാഹു ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു ഇല്ലാതാക്കി കളയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷേ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമായി ജീവിക്കുക, ആ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ആ പ്രവർത്തനങ്ങൾക്കനുസൃതമായ ഉദ്ദേശവും നിയ്യത്തും അള്ളാഹു അതാകുന്നു പരിഗണിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താകുന്നു? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈന, നിശ്ചയമായും വിശ്വസിച്ചിട്ടുള്ളവരും യഹൂദിയായവരും നസ്രാനികളും സ്വാബിഈകളും എല്ലാം തന്നെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹ, ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ. സ്വാഭാവികമായും ചില ആളുകൾക്ക് ഇവിടെ ഒരു സംശയമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം വിശ്വസിക്കുക, അല്ലെങ്കിൽ ജൂതനാവുക, ക്രിസ്ത്യാനിയാവുക, സാബിഈങ്ങളാവുക, അവര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ പോരെ, മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ജൂതരെ സംബന്ധിച്ചിടത്തോളം, സാബിഈങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെയും അവരുടെ മതത്തിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചാൽ പോരെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ പോരെ, എന്തിനു മുസ്ലിം ആവണം, എന്തിനു ഷഹാദത്ത് ചൊല്ലണം? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഷഹാദത്ത് ചൊല്ലി മുസ്ലിം ആവണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ജൂതനായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും സ്വാബി ആയിരുന്നാലും അവരൊക്കെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ പോരെ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. എന്നാൽ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം എന്താകുന്നു? ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയാണ് ഏറ്റവും പ്രാധാന്യപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഉദ്ധരിച്ചത്, ഈ ആയത്തിലൂടെ ഇക്കാര്യം പഠിപ്പിച്ചത്. കാരണം ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ സന്ദേശവുമായി മക്കയിലും മദീനയിലും ഒക്കെ പ്രവർത്തിച്ചു വന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസം എന്തായിരുന്നു? അവർ പറഞ്ഞത് ജൂതനായെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ വിശ്വാസിയായി തീരുകയുള്ളൂ, ജൂതന വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ രൂപത്തിൽ
പറയാൻ തുടങ്ങിയപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം അറിയിക്കുന്നത്. അതായത് ജൂതനാവുക എന്നതോ ക്രിസ്ത്യാനിയാവുക എന്നതോ സ്വാബി ആവുക എന്നതോ അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക എന്നുള്ളതോ എന്നതല്ല, മറിച്ച് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എപ്രകാരം വിശ്വസിക്കേണ്ടതുണ്ട്, അത് വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് സൽക്കർമ്മമാണെന്ന് മനസ്സിലാവുക? ഒരു കാര്യം സൽക്കർമ്മമാണോ അല്ല സൽക്കർമ്മമല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. നമുക്ക് അധികാരമില്ല. അള്ളാഹു ഒരു കാര്യം സൽക്കർമ്മമാണോ അല്ലേ എന്ന് എങ്ങനെ തീരുമാനിച്ചു എന്ന കാര്യം നാം അറിയുന്നത് അത് പ്രവാചകന്മാരിലൂടെയാണ്. പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ ഈ വിശുദ്ധ ഖുർആനും അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം പോലും നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസിക്കുക എന്നതിനെ സംബന്ധിച്ച് അത് കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉള്ള അദ്ദേഹത്തിലൂടെ അവതീർണമായ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ വിശ്വാസത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന കാര്യം അള്ളാഹു ഇവിടെ അടിവരയിട്ടുകൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹം നൽകുന്ന വിശദീകരണം ശ്രവിക്കുക. സ്വർഗത്തിന്റെ അവകാശികൾ തങ്ങൾ മാത്രമാണെന്ന് യഹൂദികളും ക്രിസ്ത്യാനികളും പറയാറുണ്ട്. നൂറ്റിപ്പതിനൊന്നാം വചനം നോക്കുക. അതിപ്രകാരമാണ് വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. അവർ പറഞ്ഞത് വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ ജൂതനോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ. തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, അതെല്ലാം അവരുടെ വ്യാമോഹങ്ങൾ മാത്രമാകുന്നു. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു. അപ്പോൾ ഇത് അവരുടെ അവകാശവാദമാണ്. അതാണ് അമാനി മൗലവി ഇവിടെ പറയുന്നത്. തനി വർഗീയതയെ അടിസ്ഥാനമാക്കിയുള്ള ഈ കുത്തകാവകാശത്തെ ഖണ്ഡിക്കുകയാണ് അള്ളാഹു ഈ വചനം മുഖേന ചെയ്യുന്നത്. നബിയിൽ വിശ്വസിച്ചവരെന്നോ യഹൂദികളെന്നോ ക്രിസ്ത്യാനികളെന്നോ സ്വാബിഈങ്ങളെന്നോ മറ്റോ ഉള്ള വർഗവ്യത്യാസം കൂടാതെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ശരിക്കും വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആരാണോ അവർക്കാണ് മോക്ഷവും വിജയവും ഉള്ളത് എന്ന് സാരം. മോക്ഷത്തിന്റെയും വിജയത്തിന്റെയും മാനദണ്ഡം വർഗീയമോ സാമുദായികമോ അല്ല, വിശ്വാസവും സൽക്കർമ്മവുമാണ് എന്ന് ചുരുക്കം. ഇവിടെ ഒരു ചോദ്യത്തിന് അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത യഹൂദികൾ ക്രിസ്ത്യാനികൾ മുതലായവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞത് വ്യക്തമാണ്. എന്നാൽ നബിയിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം
അവർ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഒരിക്കൽ വിശ്വസിച്ചു കഴിഞ്ഞവർ പിന്നീട് എങ്ങനെ പുതുതായി വിശ്വസിക്കും? ഇതാണ് ചോദ്യം. അല്പം ആലോചിച്ചാൽ ഈ ചോദ്യത്തിൽ കഴമ്പില്ലെന്ന് കാണാം. ആർക്കായാലും സത്യവിശ്വാസവും സൽക്കർമ്മവും കൊണ്ടേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ അത് രണ്ടും അനുഷ്ഠിച്ചു വരുന്നവർ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അതേ അവസ്ഥയിൽ ഉറച്ചു നിൽക്കണമെന്നും രണ്ടും അനുഷ്ഠിച്ചിട്ടില്ലാത്തവർ അത് അനുഷ്ഠിച്ചു തുടങ്ങണമെന്നായിരിക്കും അതിന്റെ വിവക്ഷ. എന്നല്ലാതെ ഒരിക്കൽ വിശ്വസിച്ചവർ വീണ്ടും ഒരു പുതിയ വിശ്വാസം സ്വീകരിക്കണമെന്നല്ല അർത്ഥം. വക്ര താല്പര്യങ്ങളും അനിസ്ലാമിക ചിന്താഗതികളും മനസ്സിൽ ഒളിച്ചു വെച്ച ചില ആളുകൾ ഈ വചനവും ഇതേമാതിരിയുള്ള സൂറത്ത് മാഇദയിലെ 72-ാം വചനവും ദുർവ്യാഖ്യാനം ചെയ്തു കാണാറുണ്ട്. ഇസ്ലാം മതം തന്നെ അംഗീകരിക്കണമെന്നില്ല, ഏത് മതം സ്വീകരിച്ചാലും വിരോധമില്ല, ദൈവത്തിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ആർക്കും രക്ഷയും മോക്ഷവും ലഭിക്കുമെന്നത്രേ അവരുടെ വ്യാഖ്യാനത്തിന്റെ ചുരുക്കം. സർവമത സത്യവാദം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിർമ്മതവാദത്തെ ഈ രണ്ട് ഖുർആൻ വചനങ്ങളും അനുകൂലിക്കുന്നുവെന്ന് സമർത്ഥിക്കുകയാണ് അവർ ഇത് മുഖേന ചെയ്യുന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലുള്ള വിശ്വാസം, സൽക്കർമ്മം എന്നീ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അവ എങ്ങനെയെല്ലാമായിരിക്കണമെന്ന് വിവരിക്കുന്ന ധാരാളക്കണക്കിലുള്ള വചനങ്ങൾ ഖുർആനിൽ ഇല്ലാതിരിക്കുകയും അവ രണ്ടിനെക്കുറിച്ചും പ്രസ്താവിക്കുന്ന ഈ രണ്ട് വചനങ്ങൾ മാത്രമേ ഖുർആനിൽ ഉള്ളൂവെന്ന് വരികയുമാണെങ്കിൽ ഇവരുടെ ഈ വ്യാഖ്യാനം ഒരുവിധം ശരിയാണെന്ന് നമുക്കും സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. അതായത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളെ കുറിച്ചുള്ള ശരിയായ വീക്ഷണങ്ങൾ വിശദീകരിക്കുന്ന ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊന്നുമില്ല എന്ന് വിചാരിക്കുക. ഈ രണ്ടായത്തുകൾ മാത്രമാകുന്നു ഇതിലുള്ളത് എങ്കിൽ അവർ ഈ പറയുന്നത് നമുക്ക് ഏറെക്കുറെ ശരിയാണ് എന്ന് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ അതല്ല. ധാരാളം ആയത്തുകളിലൂടെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, എപ്രകാരമാകുന്നു അള്ളാഹുവിനെ സംബന്ധിച്ച്, പ്രവാചകനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ മറ്റ് വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. മാത്രവുമല്ല, വിശ്വസിക്കേണ്ടത് എപ്രകാരമാകുന്നു എന്നും ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഫഇന്നാമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ നിർമാർഗം പ്രാപിച്ചു എന്ന് പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ എപ്രകാരമായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആയത്തുകളിലൂടെ ലഭിക്കുന്ന വിജ്ഞാനങ്ങൾ അത് ഉൾക്കൊള്ളുക എന്നത് എല്ലാവർക്കും നിർബന്ധമാകുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുകയാണ്, വിശ്വാസമെന്നും സൽക്കർമ്മമെന്നും ഖുർആൻ ഒരു സ്ഥലത്ത് നിരുപാധികം പറയുമ്പോൾ ആ രണ്ടിനും ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിൽ എന്തെല്ലാം വിശദീകരണങ്ങളും ഉപാധികളും അവർക്ക് നൽകിയിട്ടുണ്ടോ അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള അർത്ഥത്തിലായിരിക്കണം അതെന്ന് തീർച്ചയാണ്. അപ്പോൾ ഖുർആൻ അംഗീകരിക്കുകയും വിഭാവന ചെയ്യുന്നതുമായ വിശ്വാസവും സൽക്കർമ്മവും ഏതാണോ, എങ്ങനെയാണോ, അതുതന്നെയാണ് ഇവിടെയും മറ്റെവിടെയും ഖുർആനിൽ ആ രണ്ടും കൊണ്ട് വിവക്ഷ. അല്ലാതെ ഓരോ മതക്കാരും അംഗീകരിച്ചു വരുന്ന അർത്ഥത്തിലുള്ള വിശ്വാസവും സൽക്കർമ്മവും ഖുർആൻ അംഗീകരിക്കുന്നു എന്നല്ല ഇതിന്റെ താല്പര്യം. തനിവിഗ്രഹാരാധനയിലും വ്യക്തമായ ബഹുദൈവവാദത്തിലും അധിഷ്ഠിതമായ മതത്തിന്റെ അനുയായികൾ പോലും തങ്ങൾ ദൈവവിശ്വാസികളെന്ന് അവകാശപ്പെടുന്നു. മരണാനന്തര ജീവിതത്തിൽ മിക്ക മതക്കാരും വിശ്വസിക്കുന്നുവെന്ന് പറയാറുണ്ടെങ്കിലും ഓരോ കൂട്ടരുടെയും വിശ്വാസം ഓരോ പ്രകാരത്തിലാണ്. ഒരു കൂട്ടർ പാപമായി വിചാരിക്കുന്നതിനെ മറ്റൊരു കൂട്ടർ പുണ്യകർമ്മമായി ആചരിക്കുന്നു. ഉദാഹരണമായി തനി ശിർക്കും കുഫറുമാണെന്നും പൊറുക്കപ്പെടാത്തതാണെന്നും ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള സൃഷ്ടിപൂജ പോലെയുള്ള കാര്യങ്ങളെ ഏറ്റവും വലിയ പുണ്യകർമ്മമായി മറ്റു ചില മതക്കാർ എണ്ണിവരുന്നു. എന്നിരിക്കെ ഇവരെല്ലാവരും ഖുർആന്റെ ദൃഷ്ടികളിൽ വിജയികളും മോക്ഷക്കാരുമായിരിക്കുമെന്ന് വരുന്ന ആ വ്യാഖ്യാനം തികച്ചും അനിസ്ലാമികവും ദുരുദ്ദേശപരവും നിരർത്ഥവുമാണെന്ന് പറയേണ്ടതുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കുന്നതും ഖുർആൻ വിഭാവനം ചെയ്യുന്നതുമായ വിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നവർക്കേ രക്ഷയുള്ളൂ. ഒരു സമുദായത്തിന്റെയോ വർഗത്തിന്റെയോ കുത്തകയല്ല അത് എന്ന് മാത്രമാണ് ഈ വചനത്തിന്റെ താല്പര്യം. ഇസ്ലാം അല്ലാത്ത ഒരു മതവും അല്ലാഹുവിങ്കിൽ സ്വീകാര്യമല്ലെന്ന് സ്പഷ്ടമായ ഭാഷയിൽ അവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സൂറത്ത് അൽ ഇംറാനിലെ 85-ാമത്തെ വചനത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും തേടുന്ന പക്ഷം അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ.
അവൻ പരലോകത്തിൽ നഷ്ടക്കാരിൽപ്പെട്ടവനായിരിക്കും. ഇസ്ലാമിൻ്റേതല്ലാത്ത വിശ്വാസവും സൽക്കർമ്മവും ഖുർആന്റെ ഭാഷയിൽ വിശ്വാസവും സൽക്കർമ്മവുമാവുകയില്ല തന്നെ. സ്വാബീയങ്ങൾ കൊണ്ടുദ്ദേശം യഹൂദ മതവും ക്രിസ്തീയ മതവും ഉപേക്ഷിച്ച് നക്ഷത്രങ്ങളെയോ മലക്കുകളെയോ ആരാധിച്ചു വരുന്നവരാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ഈ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗക്കാർ ഇപ്പോഴില്ല. മതം മാറിയവർ എന്നാണ് ആ പദത്തിന്റെ വാക്കർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിശദീകരണമാണ് മഹാനായ മുഹമ്മദ് അമാനി മൗലവി ഈ ആയത്തിന് നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അത് വർഗീയതയില്ലാത്ത വിശ്വാസമാകുന്നു. വർഗീയതക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസമാകുന്നു. മനുഷ്യരെല്ലാവരും ഒന്നാണ്. എല്ലാ മനുഷ്യരുടെയും സൃഷ്ടാവ് ഒരുവനാകുന്നു. ആ സൃഷ്ടാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ഭൂമിയിലുള്ള ജീവിതം താൽക്കാലികമാകുന്നു. പരലോകമാകുന്നു നമുക്ക് കടന്നു ചെല്ലുവാനുള്ള അന്തമില്ലാത്ത അറ്റമില്ലാത്ത അനന്തമായി കിടക്കുന്ന ഒരു ജീവിതം. ആ ജീവിതം പരലോകത്ത് മാത്രമാകുന്നു. അതുകൊണ്ട് ആ ഒരു ജീവിതത്തിൽ രക്ഷ ലഭിക്കണമെങ്കിൽ, മോക്ഷമുണ്ടാവണമെങ്കിൽ ദുനിയാവിൽ വെച്ച് പ്രവർത്തിക്കേണ്ടുന്ന വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും സൽക്കർമ്മങ്ങളെക്കുറിച്ചും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതാണ് ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യന് നിർവഹിക്കുവാനുള്ളത്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അതാകുന്നു എന്ന് തിരിച്ചറിയുക. ഇത് സമൂഹത്തെ പഠിപ്പിക്കുക. മറിച്ച് ഏതെങ്കിലും മതത്തിന്റെ പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് മാത്രം അത് സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അഅറാബികളായ അത്രയൊന്നും വിവരമില്ലാത്ത സമൂഹമായിട്ടുള്ള അഅറാബികൾ, ആ അഅറാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരോട് അല്ലാഹു പറഞ്ഞത് ഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ പറഞ്ഞു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ വലാകിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിഹിം, അവരോട് പറയേണ്ടത് നിങ്ങൾ അസ്ലംന എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവരുടെ മനസ്സിലേക്ക് വിശ്വാസം കടന്നു ചെന്നിട്ടില്ല എന്ന് മാത്രമാണ്. അതായത് അസ്ലംന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കീഴ്പ്പെട്ടു വന്നിരിക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയമാകാൻ അവർ തയ്യാറാകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ആമന്ന എന്ന് പറയുന്നത് അർത്ഥമില്ല. ആമന്ന എന്ന് പറയുന്നത് ഈമാനാണ്. ആ ഈമാൻ എന്ന് പറയുന്നത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറയുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകനിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞു എന്നത് കൊണ്ടല്ല, മറിച്ച് അല്ലാഹുവിങ്കൽ അത് സ്വീകരിക്കപ്പെടുന്നത് കറകളഞ്ഞ വിശ്വാസത്തിന്റെ ആത്മാർത്ഥമായ, ഖുർആൻ പല സന്ദർഭങ്ങളിലായി പറഞ്ഞ മുഖ്ലിസീന ലഹുദ്ദീൻ, അതായത് വളരെ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി കൊണ്ടുള്ള ഒരു വിശ്വാസത്തെയാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ നല്ല വിശ്വാസമുള്ള ഈമാനുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാക്കി ജീവിതത്തിൽ വലിയ ഒരു പ്രകാശമായി അവ നമ്മുടെ മുമ്പിൽ അവ രണ്ടും നമ്മെ വഴി നടത്തിക്കൊണ്ട് യഥാർത്ഥമായ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനു വേണ്ടിയാണ് നാം ഇത്രയും അധ്വാനിക്കുന്നത്, നാം ഇത്രയും കഷ്ടപ്പെടുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി തീരുവാൻ, അങ്ങനെ ജീവിക്കുവാനും അങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കുവാനും മരിച്ചു പോകുന്ന സന്ദർഭത്തിൽ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോകുവാനും സാധിക്കുന്ന വിധത്തിൽ ഉള്ള മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ
അതായത് തീർച്ചയായും അവർക്ക് അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ വഹും എന്ന് പറഞ്ഞ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നാം സ്വീകരിച്ച വിശ്വാസവും അതുപോലെ സൽക്കർമ്മങ്ങളും അത് തീർച്ചയായും നമുക്ക് തുണയാവട്ടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കട്ടെ എന്നീ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാവട്ടെ. ഈ സദസ്സ് നാളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമാറാവട്ടെ. അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.